നിങ്ങൾക്കറിയാമോ, ഡയമണ്ട് നിർമ്മിതമായിരിക്കുന്നത് കാർബൺ കൊണ്ടാണ്. നമ്മൾ കാണുന്ന കൽക്കരി, ഗ്രാഫൈറ്റ് എന്നിവയും കാർബൺ തന്നെയാണ്. എന്നാൽ ആറ്റങ്ങളുടെ ക്രമീകരണം വ്യത്യസ്തമാണ്. ഭൂമിയുടെ ആഴങ്ങളിലാണ് ഇതിന്റെ രൂപീകരണം. ഡയമണ്ട് സാധാരണയായി 150-200 കിലോമീറ്റർ ഭൂമിക്കടിയിലാണുള്ളത്. 1000-1300 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള സാഹചര്യത്തിൽ അത്യന്തം ശക്തമായ സമ്മർദ്ദത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. ഈ ചൂടും സമ്മർദ്ദവും ചേർന്ന് കാർബൺ ആറ്റങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്ത് അത്യന്തം ശക്തമായ ക്രിസ്റ്റൽ ഘടനയിലേക്ക് ഇത് മാറുന്നു. ഡയമണ്ടിന്റെ വില തീരുമാനിക്കുന്നത് ഫോസീസ് എന്ന് വിളിക്കുന്ന 4 പ്രധാന ഘടകങ്ങളിലൂടെയാണ്. ഒന്നാമത് കാരറ്റ് അഥവാ ഡയമണ്ടിന്റെ ഭാരം. ഭാരം കൂടുന്തോറും അതിന്റെ വില വലിയ തോതിൽ ഉയരും. രണ്ടാമത് കട്ട്. ഡയമണ്ട് എത്ര നന്നായി കട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് അതിന്റെ പ്രകാശവും തിളക്കവും നിശ്ചയിക്കുന്നത്. കട്ട് മികച്ചതായാൽ ഡയമണ്ട് കൂടുതൽ ബ്രില്യൻസും സ്പാർക്കിളും കാണിക്കും. അതിനനുസരിച്ച് വിലയും കൂടും. മൂന്നാമത് കളർ. നിറമില്ലാത്ത, അതായത് കളർലെസ് ആയ ഡയമണ്ടുകൾ അപൂർവമായതിനാൽ അവയ്ക്ക് കൂടുതൽ വിലയാണ്, പ്രത്യേകിച്ച് ഡിഗ്രേഡ് ഡയമണ്ടുകൾ. നാലാമത് ക്ലാരിറ്റി. ഡയമണ്ടിന്റെ ഉള്ളിലെ ചെറിയ പാടുകൾ, അതായത് ഇൻക്ലൂഷൻസ് കുറവായാൽ ഡയമണ്ട് കൂടുതൽ ശുദ്ധവും വിലയേറിയതുമാകും. ഇതോടൊപ്പം തന്നെ നാച്ചുറൽ ഡയമണ്ടും ലാബ് ഗ്രോൺ ഡയമണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഹായ്, ദിവസേന വരുന്ന ഗോൾഡ് റേറ്റ്, ഗോൾഡ് സംബന്ധമായ വാർത്തകൾ, ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളിലെ പുതുപുത്തൻ കളക്ഷനുകൾ, സ്വർണം വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ടിപ്സുകളും ട്രിക്കുകളും, ഇനി ഇതെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. യെല്ലോ മെറ്റൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ.